ഛത്തീസ്ഗഡിൽ 7 മാവോയിസ്റ്റ് ഭീകരരെ വധിച്ചു. കഴിഞ്ഞ 3 ദിവസമായി ബിജാപൂരിൽ നടന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചത്. തലയ്ക്ക് 50 ലക്ഷം രൂപ വിലയിട്ട സുധാകർ എന്ന ഭീകരൻ ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്ന് ബസ്തർ IGP സുന്ദർരാജ് അറിയിച്ചു. AK-47 തോക്ക് ഉൾപ്പെടെ ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, 7 മാവോയിസ്റ്റ് ഭീകരരാണ് വധിച്ചിരിക്കുന്നത്. ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. KP, കഴിഞ്ഞ 3 ദിവസമായി ഛത്തീസ്ഗഡിൽ ബീജാപൂരിൽ ഇന്ദ്രാവതി വനമേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു. സുരക്ഷാ സേനയും മാവോയിസ്റ്റ് ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബസ്തർ IGP സുന്ദർരാജ് അറിയിച്ചിട്ടുള്ളത് 7 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ഈ 3 ദിവസമായി നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇന്ദ്രാവതി വനമേഖലയിൽ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. അതിൽ തലയ്ക്ക് 50 ലക്ഷം രൂപ വിലയിട്ട സുധാകർ റെഡ്ഡി എന്ന ഭീകരനുൾപ്പെടെ 7 പേരെയാണ് വധിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. ബാക്കി 5 മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരിശോധന നടത്തിവരികയാണ് എന്ന കാര്യമാണ് IG വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം മേഖലയിൽ കൂടുതൽ സേനാവിന്യാസം നടത്തിക്കൊണ്ട് അവിടെ വനമേഖലയിൽ ഇന്ദ്രാവതി വനമേഖലയിൽ പരിശോധന തുടരുകയാണ്. ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. 3 ദിവസം കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ ഇപ്പോഴും തുടരുന്നു എന്ന പ്രതികരണമാണ് ബസ്തർ IGP സുന്ദർരാജ് നടത്തിയിട്ടുള്ളത്. ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കൂടാതെ CRPFന്റെ കോബ്ര യൂണിറ്റും സംയുക്തമായിട്ടാണ് മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ നടത്തി വരുന്നത്. ഒന്നുകിൽ കീഴടങ്ങി നിയമാനുസൃതമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക, അതല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 21-ന് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള ഏറ്റുമുട്ടലിൽ CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ബസവരാജ് ഉൾപ്പെടെയുള്ള 27 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. അതിലുപരിയും 100 കണക്കിന് ഭീകരരാണ് ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട് ബീജാപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആയുധം വെച്ച് കീഴടങ്ങിക്കൊണ്ട് സർക്കാർ നിർദ്ദേശിക്കുന്ന തരത്തിൽ നിയമാനുസൃതമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത്. അതിൻ്റെ തെളിവായി ബീജാപൂർ ഉൾപ്പെടെ നേരത്തെ മാവോയിസ്റ്റ് ഭീകരവാദം കൊടികുത്തി വാണിരുന്ന മേഖലകളിൽ പോലും ഇപ്പോൾ ഭാരതത്തിൻ്റെ ദേശീയ പതാക ഉയർന്നു പറക്കുകയും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ജനങ്ങൾ പങ്കാളികളാകുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുകയാണ്. ബീജാപൂരിൽ ഇന്ദ്രാവതി വനമേഖലയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് 7 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതിശക്തമായിട്ടുള്ള നടപടികൾ ഈ മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുണ്ടാകുന്നു. അടുത്ത വർഷം മാർച്ചോടുകൂടി രാജ്യത്ത് നിന്ന് തന്നെ, ഛത്തീസ്ഗഡിൽ നിന്ന് മാത്രമല്ല രാജ്യത്ത് നിന്ന് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം, മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. KP, ബിജാപൂരിൽ 7 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് വധിച്ചിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.